ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു എഗ് കുറുമ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി വളരെ സ്പെഷ്യൽ റെസിപ്പിയാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. കാരണം നമ്മൾ ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത് നമ്മൾ വഴറ്റുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു രുചിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മിക്സിയിലോട്ട് ഈ ഐറ്റംസൊക്കെ നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു മീഡിയം സൈസ് സവോളയാണ്, വലിയ കഷ്ണങ്ങളാക്കി എറിഞ്ഞതാണ്, കാരണം നമ്മൾ മിക്സിയിലിടാൻ പോവാമല്ലോ. പിന്നെ ഇവിടെ ഒരു തക്കാളി, അതും ഒരു മീഡിയം സൈസ്ഡ്. പിന്നെ ഇവിടെ ഒരു വെളുത്തുള്ളി, ഒരു വലിയ വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി. മീഡിയം സൈസ് എന്ന് പറയുമ്പം നമ്മുടെ വെളുത്തുള്ളി എടുത്തില്ലേ, അതിനേലും ഒരു ഇച്ചിരിയുടെ കൂടുതൽ. ഓക്കെ. പിന്നെ ഞാൻ ഇവിടെ ഒരു 7 കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്, സോക്കൊന്നും ചെയ്തിട്ടില്ല. 2 പച്ചമുളകാണ്, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ആവശ്യം പോലെ കറിവേപ്പില. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു 1/4 കപ്പ് തേങ്ങയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സ്പൈസസ് വേറെ എടുത്തിട്ടുണ്ട്. 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം. വേറെ സ്പൈസസ് ഒന്നും എടുത്തിട്ടില്ല. ഒരു മിക്സിയുടെ വലിയ ജാറിലോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില മാത്രം ഇപ്പോൾ നമ്മൾ ചേർക്കുന്നില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് മിക്സി അടിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് വരുന്നത് നമ്മൾ ഈ അരയ്ക്കുന്ന ക്രീമി പേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പേസ്റ്റിൽ നിന്നാണ് ടേസ്റ്റ് വരുന്നത്. അപ്പം നന്നായിട്ട് തേങ്ങയും നമ്മൾ ചേർത്തിരിക്കുന്ന സംഭവങ്ങളൊന്നും അരഞ്ഞു കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അപ്പം നല്ല രീതിയിൽ നല്ല പേസ്റ്റ് ആയിട്ട് നല്ല മഷി പോലെ അരച്ച് തന്നെ എടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പാനിലോട്ട്. ആ എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ കൂടെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, ഒരു 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്, കാരണം ഇതല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു വലിയൊരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവാണെങ്കിൽ അതുപോലെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ഏകദേശം 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലതായിട്ട് റെഡി ആയിട്ട് കിട്ടും. അതായത് ഈ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളുടെ വെജിറ്റബിൾ അല്ലെങ്കിൽ ഗ്രേവിയുടെ കൂടെ ഇട്ട് പൊടികൾ ഇടുന്നതിലും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തുടക്കത്തിൽ തന്നെ പൊടികൾ ഈ ഒരു രീതിയിൽ ഇട്ട് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ ഒരു പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു കളറാണ് ഇപ്പോൾ വരുന്നത്. നല്ല ക്രീമി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന പേസ്റ്റിൻ്റെ അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കുക. ഒരു 7-8 മിനിറ്റോളം എടുക്കും, ചിലപ്പോൾ ഒരു ഇച്ചിരിയും കൂടി സമയം എടുക്കും. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്ക് ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. അപ്പോൾ ഒരു 7-8 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ പച്ചമണം മാറുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അത് നന്നായിട്ട് ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതിലോട്ട്, ഇപ്പോൾ എനിക്കിതിൽ ഇച്ചിരി ഗ്രേവി കുറവ് തോന്നിയുകൊണ്ട് ഞാൻ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിക്കുവാണ്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരു കുറച്ച് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. അപ്പം ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, ഇതിലോട്ടൊരു നുള്ള് പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. അത് ചേർക്കുമ്പോൾ ശരിക്കും നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കറിയുടെ ടേസ്റ്റ് വരും. അതായത് ഇതിലത്തെ അതായത് നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളിയുടെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ആ ഒരു ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നുള്ള് പഞ്ചസാര ചേർക്കുന്നത്. അതും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ട, ഞാൻ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ വരഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട്
കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മസാലയെല്ലാം ഈ മുട്ടയിലോട്ട്, കോഴിമുട്ടയിലോട്ട് ഒന്ന് കോട്ട് ചെയ്യുന്ന രീതിയിലാക്കുക. പിന്നെ നമുക്കിതിലോട്ട് ധാരാളം കറിവേപ്പില ചേർക്കാൻ താല്പര്യമുള്ളവർ അതും ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നമുക്ക് ഒരുപാട് അരിയാനൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.